ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് നോമിനിയാകാനുള്ള പാതയിലാണ് 33-കാരനായ സംസ്ഥാന അസംബ്ലി അംഗം സോറാൻ മംദാനി. മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെ NYC മേയർ പ്രൈമറിയിൽ പരാജയപ്പെടുത്തിയ സോറാൻ മംദാനിയാണ് അമേരിക്കയിൽ ഇപ്പോൾ താരം. In the words of Nelson Mandela, it always seems impossible until it is done. My friends, we have done it. I will be your Democratic nominee for the mayor of New York City. ഒന്നാം തലമുറ കുടിയേറ്റക്കാരനും ജനാധിപത്യ സോഷ്യലിസ്റ്റുമായ സോറാൻ മംദാനിയുടെ പ്രാഥമിക ഫലങ്ങളിലെ ശക്തമായ ലീഡ് രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒന്നിലധികം ലൈംഗിക പീഡന ആരോപണങ്ങൾക്കിടയിൽ 2021 രാജിവെച്ച ക്യൂമോയുടെ തിരിച്ചുവരവിനുള്ള പാതയായി പലരും കണ്ട ഈയൊരു നീക്കം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിലെ റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗ് സമ്പ്രദായത്തിന് കീഴിൽ മിക്കവാറും എല്ലാ വോട്ട് സ്കാനറുകളും റിപ്പോർട്ട് ചെയ്യുകയും അന്തിമ പട്ടികപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തതോടെ സോറാൻ മംദാനി ക്യൂമോയെ 43% വരെ വോട്ട് നേടി പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇനി റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗിന്റെ അന്തിമ ഫലം കൂടെ വരാൻ കാത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അന്തിമ ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ എടുക്കുമെങ്കിലും ഡെമോക്രാറ്റുകൾക്ക് ആധിപത്യമുള്ള നഗരത്തിന് ആദ്യമായി ഒരു മുസ്ലിം മേയർ ഉണ്ടാകാനുള്ള സാധ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ആൻഡ്രൂ കുമോ തോൽവി സമ്മതിക്കുകയും വിജയിച്ച സോറാൻ മംദാനിയെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മംദാനി കമ്മ്യൂണിറ്റി ആക്ടിവിസത്തിന് പ്രശസ്തി നേടി. പ്രത്യേകിച്ച് 2021 കടാശ്വാസത്തിനായി വാദിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റി ടാക്സി ഡ്രൈവർമാർക്കൊപ്പം 15 ദിവസത്തെ നിരാഹാര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മേയർ സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം സ്ഥിരതയുള്ള ഭവന നിർമ്മാണത്തിലെ ഏകദേശം 10 ലക്ഷം വാടകക്കാരുടെ വാടക മരവിപ്പിക്കൽ, നഗരവ്യാപകമായി സൗജന്യ ബസ് ഗതാഗതം, സാർവത്രിക ശിശു സംരക്ഷണം, മുനിസിപ്പാലിറ്റി പിന്തുണയുള്ള പലചരക്ക് പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്ന അഭിലാഷകരമായ നിർദ്ദേശങ്ങളിൽ നങ്കൂരമിട്ടു. ഈ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി ഏറ്റവും സമ്പന്നരായ ന്യൂയോർക്കുകാർക്ക് ഉയർന്ന നികുതി ചുമത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നിരുന്നാലും അത്തരം നികുതി അധികാരം സംസ്ഥാന നിയമസഭയ്ക്കും ഗവർണർക്കുമാണ്. ഗവർണർ കാത്തി ഹോട്ട്ഷൂൾ ആ ആശയം ഇതിനകം നിരസിച്ചിട്ടുമുണ്ട്. അത്തരം നികുതി നയങ്ങൾ ഉയർന്ന വരുമാനക്കാരെ സംസ്ഥാനം വിടാൻ പ്രേരിപ്പിക്കുമെന്നും പറയുന്നു. ആ നീക്കങ്ങൾ ഫലം കണ്ടില്ല എങ്കിലും മംദാനിയുടെ ദർശനം നിരവധി വോട്ടർമാരെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ തന്ത്രത്തിൽ ഹിന്ദിയിലും ഉറുദുവിലും റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഉൾപ്പെടെ മികച്ചതും ബഹുഭാഷാപരവുമായ പ്രചരണ വീഡിയോകൾ ഉണ്ടായിരുന്നു. സമ്പത്തിന്റെ പുനർവിതരണം, പലസ്തീൻ മനുഷ്യാവകാശങ്ങൾക്കുള്ള പിന്തുണ, സൈനിക വർധനവിനെ കുറിച്ചുള്ള വിമർശനം എന്നിവയ്ക്കുള്ള ആഹ്വാനങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിൽ ഉൾപ്പെട്ടു. ഇതൊക്കെയും പ്രശംസയും എതിർപ്പും ഒരേപോലെ ആകർഷിക്കുന്ന നിലപാടുകളായിരുന്നു. മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരുടെയും വൻകിട വ്യവസായികളുടെയും പിന്തുണ ആൻഡ്രൂ കുമോയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും പുരോഗമന ചിന്താഗതിക്കാരിലും പുതുതലമുറയിലും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് മംദാനിക്ക് നേട്ടമായത് എന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. US സെനറ്റർ ബെർണി സാൻഡേഴ്സ്, US പ്രതിനിധി അലക്സാൻഡ്രിയ കൊസിയോ-കോർട്ടസ് തുടങ്ങിയ ഉന്നത പുരോഗമനവാദികളിൽ നിന്ന് അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. തൊഴിലാളി വർഗത്തിനും യൂണിയൻ വോട്ടർമാർക്കും ഇടയിൽ മംദാനിയുടെ ആകർഷണം പ്രതിഫലിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് ഓട്ടോ വർക്കേഴ്സ് യൂണിയനും അദ്ദേഹത്തെ പിന്തുണച്ചു. വോട്ടെടുപ്പിൽ 1ാം സ്ഥാനത്തേക്കുള്ള മംദാനിയുടെ യാത്ര ഒരു നീണ്ട ഷോട്ടായിട്ടാണ് ആരംഭിച്ചത്. ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ഉഗാണ്ടയിൽ ജനിച്ച് ദക്ഷിണാഫ്രിക്കയിൽ വളർന്ന് ന്യൂയോർക്കിൽ വിദ്യാഭ്യാസം നേടിയ മംദാനിയുടെ ജീവിതം പ്രാദേശികവും ആഗോളവുമായ ഒരു ജീവിതമായിരുന്നു. 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച മംദാനി പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാവ് മീര നായരുടെയും പ്രശസ്ത അക്കാദമിക് പ്രവർത്തകൻ മെഹ്മൂദ് മംദാനിയുടെയും മകനാണ്. 5 വയസ്സുള്ളപ്പോൾ മംദാനി കുടുംബത്തോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്ക് താമസം മാറി. 7 വയസ്സുള്ളപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലേക്കും. അദ്ദേഹം ബ്രോങ്സ് ഹൈസ്കൂൾ ഓഫ് സയൻസിലും പിന്നീട് ബോഡോയിൻ കോളേജിലും പഠനം നടത്തി. 2014 ബോഡോയിൻ കോളേജിൽ നിന്ന് ആഫ്രിക്കാന സ്റ്റഡീസിൽ ബിരുദം നേടിയ അദ്ദേഹം സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീനിന്റെ ഒരു ചാപ്റ്റർ സഹസ്ഥാപകനായി തന്റെ ആക്ടിവിസത്തിന് തുടക്കം കുറിച്ചു. ഒടുവിൽ രാജ്യത്തെ ഏറ്റവും വൈവിധ്യമാർന്ന മേഖലകളിലൊന്നായ ക്വീൻസിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിയായി മാറുകയായിരുന്നു.